നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ദ സൺ കാർഡാണ്. ഈ റിലേഷനിൽ ഒരു പുതിയ ഒരു വെളിച്ചം വരുന്നതായിട്ട്, ഒരു ചേഞ്ച് വരുന്നതായിട്ട്, ഒരു ഹാപ്പി മൊമെന്റ്സ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ മൊത്തമായിട്ട് ഒരു ചേഞ്ച് വരുന്ന എനർജിയാണ് കേട്ടോ. റിലേഷനിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 6 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളിപ്പം എപ്പോഴും ഈ റിലേഷനിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോട്ടാണ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിൽക്കുന്ന, ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ മാത്രം കൊടുക്കുമ്പോൾ, ആ ഒരു ഫീലിങ്സിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് അതേ സിറ്റുവേഷൻസ് തന്നെയാണ്. അപ്പം വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഒരു പോസിറ്റീവ് ചേഞ്ച് അപ്പോൾ ഈ റിലേഷനിൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ നിങ്ങളുടെ റിലേഷനെ നല്ല രീതിയിൽ, ഒരു പോസിറ്റീവ് രീതിയിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യുക. പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ നിങ്ങൾ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യാം. ഈ പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്ന ഉടനെ അവർ നിങ്ങളെ വിട്ടു പോവുകയാണ്, ഇനി ഈ റിലേഷനിലോട്ട് വരില്ല, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട് ഒഴിവാക്കിയിട്ട് അവർ വരും, എവിടെ ആയാലും എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഇല്ലാതെ ആൾക്ക് പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം കേട്ടോ. ദ സ്റ്റാർ കാർഡാണ്. ഇവിടെ ഈ സൺ കാർഡ് പോലെ തന്നെ ഇവിടെ ഈ റിലേഷനിൽ ഒരു പ്രതീക്ഷ, ഒരു ചേഞ്ച്, ഒരു ന്യൂ ബിഗിനിങ്, ഒരു സ്റ്റാർട്ട് ഒക്കെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഈ റിലേഷനിൽ വരുന്ന എനർജിയാണ്. യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു ബ്ലെസ്സിങ്സ് മുന്നോട്ടുണ്ടാവുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഇമോഷണലി ഒരുപാട്, ചിലപ്പോൾ നിങ്ങളോട് ആ ഒരു ഇമോഷൻ, അവർ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങളോട് കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സിൽ അത്രയും നിങ്ങളോട് സ്നേഹമുണ്ട് തന്നെയാണ് കാണിക്കുന്നത്. അവർ കൂടുതൽ പ്രാക്ടിക്കൽ ലൈഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ, അവരുടെ മുൻപോട്ട്, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ കാണാൻ, അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങളെ കൊണ്ടുപോകുന്ന പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ റിലേഷനിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ അവർ വിചാരിക്കുന്നത് ഞാൻ അവർക്ക് കൂടി വേണ്ടിയിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എന്നിട്ടും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 5 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന സമയം മുഴുവൻ അവർക്കൊരു സ്വസ്ഥതയില്ല എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു, നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സിലോട്ട് വന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവരും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഈ പേഴ്സൺ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയും ആ ഒരു ഭയം അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ചിലർക്കാണെങ്കിൽ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഒരു ഫാമിലി മാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയോട് കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന, ഫാമിലി കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന, ഫാമിലി മാൻ എന്ന് മാത്രമല്ല ഫാമിലിയോട് കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം അവർ കൂടുതൽ പ്രയോറിറ്റി ഫാമിലിക്ക് കൊടുക്കുന്നുണ്ടാവാം, ഫാമിലിയുടെ കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ച് ഡിസിഷൻ എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതെല്ലാം ഈ റിലേഷനിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ.
ജഡ്ജ്മെന്റ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ജഡ്ജ്മെന്റ് വരുന്നതായിട്ടാണ്. നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത് അതേ ഒരു നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ഈ റിലേഷനെ കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുക. ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സബോട്ടേജ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ചില സമയത്ത് അവരിലെ നന്മകളൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതായത് നിങ്ങളോട് അവർ കാണിക്കുന്നത് ശരിയല്ല, അവരുടെ ആ ഒരു നന്മയൊക്കെ നഷ്ടപ്പെട്ടു, അവർ നെഗറ്റീവായിട്ടാണ് ഈ റിലേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കൺഫ്യൂഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷനിൽ അവർ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ള കാര്യത്തിൽ അവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് ചില സമയങ്ങളിൽ എന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല ഈ റിലേഷൻ വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലോട്ട് അവർ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ വൈ, 1992, 1986, ഉത്രാടം, 1987, വിശാഖം, ലെറ്റർ എസ്, ലെറ്റർ ജെ, 1993, ചോതി, തിരുവാതിര, തൃക്കേട്ട, 1989, മൂലം, മകീര്യം, അവിട്ടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.